ടേബിൾ നെറ്റ്വർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പുതിയ വീഡിയോ ചാനൽ ചെയ്തിരിക്കുന്നത്. ട്യൂട്ടോറിയൽ ചാനലാണ്. സ്കൂളുകളിലും സെന്റേഴ്സിലും ചെയ്യിക്കുന്ന കരിക്കുലം അഥവാ കരിക്കുലം ആക്ടിവിറ്റീസ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പാരൻസിനൊരു സംശയം ഉണ്ടാവും, ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഇതെങ്ങനെ ഞാൻ ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാകുമോ? നമുക്കറിയാം, നമ്മളുടെ കുട്ടികളെ നമുക്കേ ശരിക്കും അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതും അത് തുടർന്നുള്ള വീഡിയോ ഇടുന്നതും നിങ്ങൾക്കുമായിട്ടുള്ള ടിപ്സ്, എങ്ങനെ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം, ഏത് രീതിയിൽ ചെയ്യിക്കാം, അതുപോലുള്ള ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചെയ്യുന്നതാണ്. മെൻ്റൽ എബിലിറ്റിയും ഫിസിക്കൽ എബിലിറ്റിയും അഥവാ ഫിസിക്കൽ ഏജ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്ന വീഡിയോസ് അതോ ആക്ടിവിറ്റീസ് എളുപ്പമുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത്ര നല്ല എളുപ്പമുള്ള ആക്ടിവിറ്റീസ് ഇതെങ്ങനെയാണ് എൻ്റെ കൊച്ചിനെ ഫലപ്രദമാക്കുന്നത്, അത് ഞങ്ങളുടെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ട് ഇത് ഭയങ്കര ചെറിയ ആക്ടിവിറ്റി ആയി പോയല്ലോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാം. പക്ഷേ എത്ര ചെറുതാണെങ്കിലും എത്ര എളുപ്പമുള്ളതാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എങ്ങനെയായാലും കുട്ടികൾക്ക് ഇപ്പോൾ പിടിക്കാൻ പറ്റാത്ത കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെയായാലും പിടിച്ച് ചെയ്യിപ്പിക്കണം. ഫിസിക്കൽ പ്രോംപ്റ്റും സോഷ്യൽ പ്രോംപ്റ്റും എല്ലാ പ്രോംപ്റ്റുകളും കൊടുത്തിട്ട് നിങ്ങൾ കുട്ടികളെ കൊണ്ട് ആ ആക്ടിവിറ്റീസ് ചെയ്യിക്കേണ്ടതാണ്. കാണുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുമ്പോഴും പാരൻസിൻ്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇത് എൻ്റെ കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ കുട്ടിയുടെ കൈ ഫ്ലെക്സിബിൾ അല്ല, അനങ്ങില്ല, എനിക്ക് തുറക്കില്ല, കൂട്ടം പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംശയത്തിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ അഡാപ്റ്റീവായിട്ട് എങ്ങനെ ചെയ്യിക്കാം, നമ്മളുടെ സാധാരണ സാധനം കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ഏതെല്ലാം അഡാപ്റ്റേഷൻ കൂടി, ഇപ്പോൾ എങ്ങനെയല്ല ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അതിനും അഡാപ്റ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോൻ്റെ ഇടയിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ വീഡിയോസും ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറൊരു ചോദ്യം ഉണ്ടാവും, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് അത് എനിക്ക് എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ചെയ്യിക്കുന്ന ഓരോ കരിക്കുലം ആയാലും കരിക്കുലം ആക്ടിവിറ്റീസ് ആയാലും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അതാത് വീഡിയോയിൽ പറയുന്നതാണ്, അത് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് മാത്രം എല്ലാവരും എൻ്റെ എല്ലാ വീഡിയോസും ഫോളോ ചെയ്യുക, ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും ഫോളോ ചെയ്യുക. അപ്പോൾ അതിന് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. ഇടുന്ന വീഡിയോസ് അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി ഞാൻ എൻ്റെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാൻ പോവുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു ഈസി ആയിട്ടൊരു ആക്ടിവിറ്റിയാണിത്. റൂം ഡെക്കറേറ്ററാണ്. വളരെ മനോഹരമായി നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഷോ കേസിലോ മേശയിലോ എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് പ്ലേസ് ചെയ്യാം. ഈ കാണുന്ന ഒരു സിമ്പിളായിട്ടൊരു സാധനമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിലൂടെ ഒരുപാട് കുട്ടികൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സ്കിൽസ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. പേപ്പർ കീറുന്നതും ചുരുട്ടുന്നതും പെയിൻ്റ് അടിക്കുന്നതും ഇതിലൂടെ കുട്ടികളുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, അതുമാത്രമല്ല ഫൈൻ മോട്ടോർ എബിലിറ്റി, ഫിംഗേഴ്സിൻ്റെ വർക്കിങ്സൊക്കെ ഫിംഗർ അനക്കാനും ഗ്രോസ് മോട്ടോർ എബിലിറ്റിയും എല്ലാം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലൂടെയും കുട്ടികളെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. ഇതിലൂടെ ഇത് വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, ഓരോ മേഖലയിൽ അവരുടെ കഴിവുകളും അവരുടെ ഇൻട്രസ്റ്റ് ഓരോ താല്പര്യങ്ങളും നമുക്കത് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാധനങ്ങൾ ഇതൊരു കുപ്പിയുടെ അടി ഞാൻ മുറിച്ചെടുത്തതാണ്. വളരെ ലോ കോസ്റ്റിലാണ് നമ്മളിവിടെ ആ റൂം ഡെക്കറേറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കഷ്ണമാണ്, ഒന്നല്ലെങ്കിൽ ഉണങ്ങിയ ചെടിയുടെയോ അല്ലെങ്കിൽ മരം വെട്ടിയതുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കൊമ്പെടുക്കാവുന്നതാണ്. മരക്കൊമ്പിനടിക്കാനായിട്ട്
അല്ല പെയിൻറ്റ്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കടലാസ്, ഞാനിത് ചൈനീസ് പേപ്പർ ചുവപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പശ, മണ്ണ്, നമ്മുടെ മുറ്റത്തെ മണ്ണോ അല്ലെങ്കിൽ വല്ല കല്ലോ ഏതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബ്രഷ്, പെയിൻ്റ് അടിക്കുന്നതിന് വേണ്ടി ബ്രഷ്. നമ്മളുടെ കുട്ടികളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് ബ്രഷോ അല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യുന്ന അഡാപ്റ്റീവ് ബ്രഷുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം. എന്നുണ്ടെങ്കിൽ ബ്രഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് സിമ്പിളായിട്ട് കാര്യങ്ങൾ മതി. ഞാനിവിടെ പഞ്ഞി എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ നമ്മളുടെ കുട്ടിയുടെ എബിലിറ്റിക്ക് അനുസരിച്ച് പിടിക്കാൻ പറ്റുക. നമ്മളുടെ കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പിടിക്കുക, അല്ലെങ്കിൽ അവരുടെ പിടുത്തം നമുക്കറിയാമായിരിക്കും അവരെങ്ങനെയാണ്. അപ്പം ഒന്നല്ലെങ്കിൽ നേരിയത്, അല്ലെങ്കിൽ പെൻസിലോ, അല്ലെങ്കിൽ തീർന്ന പേനയോ മാർക്കറോ, അല്ലെങ്കിൽ വല്ല വണ്ണം കൂടിയ തടി കഷ്ണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ചുറ്റാൻ നമുക്കിവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. പഞ്ഞി ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് പെൻസിൽ ഇങ്ങനെ വയ്ക്കുക. അല്ലെങ്കിൽ എന്താണോ എടുക്കുന്നത് ആ കഷ്ണം ഇങ്ങനെ വെച്ചിട്ട് മുറുക്കി പിടിച്ച് എടുത്ത് ജസ്റ്റ് ചുറ്റി നമ്മുടെ കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും ബ്രഷ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു എബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അഡാപ്റ്റീവ് ബ്രഷ്, ഇതല്ലെങ്കിൽ ബഡ്സ്, ഒരു 5-6 ബഡ്സ് കൂട്ടി കെട്ടി റബ്ബർ ബാൻഡ് ഇടുക, കൂട്ടി കെട്ടി അത് പെയിൻറ്റിൽ മുക്കി ഇത് പെയിൻ്റ് അടിക്കാനാണ്. അഡാപ്റ്റീവ് ബ്രഷ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പെയിൻ്റ് അടിക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾ കൈ ഇങ്ങനെ ചുരുട്ടിയാണ് പിടിക്കുന്നതെങ്കിൽ ഇതുപോലെ ചുരുട്ടി ഇതുപോലെ ചെയ്യിക്കാവുന്നതാണ്. പിന്നെ ചില കുട്ടികളുടെ കൈ ഭയങ്കര ഫ്ലോപ്പി ആയിരിക്കും, തളർന്ന് കിടക്കുന്ന കൈയായിരിക്കും. അപ്പോൾ അവർക്ക് ഫോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു അഡാപ്റ്റേഷൻ വെച്ചിരിക്കുന്നതാണിത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പേനയുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചിരട്ട മുറിച്ച് അല്ലെങ്കിൽ ഒരു വളയായാലും എടുത്തിട്ട് അവരുടെ കൈയിടാം. ഇതുപോലെ വെച്ച് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അവരുടെ കൈയുടെ ഭാഗത്തിനാണ്. അപ്പോൾ പിടിക്കാൻ ഫ്ലോപ്പി ആണെങ്കിലും നമുക്കൊന്ന് ഇതാക്കിയിട്ട് കൊണ്ട് മുട്ടിച്ച് ഇതുപോലെ പെയിൻ്റ് എടുപ്പിക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന കുപ്പി ചെറിയ രീതിയിലൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഇത് പെയിൻ്റ് എടുത്തിട്ട് അവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഭംഗിക്ക് അഡാപ്റ്റീവ് ബ്രഷ് ആണെങ്കിൽ ഒരു പുള്ളി പോലെ പല ഡിസൈൻ. ആ ബ്രഷ് അഡാപ്റ്റീവ് ബ്രഷ് വെച്ചിട്ട് പുള്ളി പോലെ വെച്ച് കൊടുത്താൽ പല നിറത്തിലും പുള്ളി ചെങ്ങനെ നല്ല ഭംഗിയായിരിക്കും കാണാൻ.
ഈ പെയിൻ്റ് ചെയ്ത് വെച്ച പ്ലാസ്റ്റിക് ബോട്ടിലും അതുപോലെ കമ്പും നമുക്ക് ഉണക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് കമ്പിലൊട്ടിക്കാനുള്ള പേപ്പർ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ പേപ്പർ ഞാനിതുവരെ നോക്കി നമ്മളുടെ കുട്ടികൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. എബിലിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് ചുരുട്ടി വരട്ടെ ഞാൻ ചുരുട്ടുക. എത്ര ചെറുതായിട്ട് ചുരുട്ടാവോ അത്ര ചെറുതായിട്ട് വരുത്തുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് തന്നെ വേണം കേട്ടോ. ചിലപ്പോൾ ഒരു വായിലിടുക അതിനൊക്കെ ചാൻസസ് കൂടുതലാണ്. ചെറുതായിട്ട് കീറി ചെറിയ ഉണ്ടയാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇടിച്ചു വെച്ച നമ്മുടെ ബോട്ടിലിൻ്റെ അടിഭാഗവും കമ്പും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന മണ്ണ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ കമ്പ് കഷ്ണം ഇതിനകത്തോട്ട് ഇറക്കാം. സിമ്പിളാണ്. നമുക്ക് കൈക്ക് കുറച്ച് എബിലിറ്റി കുറവുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് കുറച്ച് ഫിസിക്കൽ സപ്പോർട്ട് കൊടുത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ ഉണ്ടാവുന്നതാണ്. നമ്മളിവിടെ നേരത്തെ കീറി ചുരുട്ടി വെച്ചിരിക്കുന്ന ഈ പേപ്പർ പശയുണ്ട്. പശയിൽ മുക്കി ഇതുപോലെ കമ്പുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് അമർത്തി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് എന്നാൽ കമ്പ് പശ മുട്ടിച്ചിട്ട് ജസ്റ്റ് എന്നാൽ കമ്പുമേൽ വെച്ചൊന്ന് അമർത്തി കഴിഞ്ഞാൽ അത് ഒട്ടിക്കോളും. ഒട്ടിച്ചതിന് ശേഷം ബാക്കി ഇവിടെ കുറച്ച് പേപ്പറും കൂടിയുണ്ട്. അത് നമുക്ക് എടുത്ത് പശ മുക്കിയിട്ട് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി ഉണ്ടാകുന്ന കുറച്ച് പേപ്പേഴ്സ് എനിക്ക് മണ്ണിൽ ഇട്ടിങ്ങനെ വിതറാവുന്നതാണ്. ഉണ്ടാക്കാൻ പറ്റുന്ന റൂം ഡെക്കറേറ്റർ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിലൂടെ പല ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഫൈൻ മോട്ടർ, നമ്മളെ പേപ്പർ ചുരുട്ടുമ്പോൾ ഫൈൻ മോട്ടർ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഒട്ടിക്കുമ്പോൾ നമുക്ക് അവരുടെ കോൺസെൻട്രേഷൻ പിടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഫിസിക്കൽ പ്രോംപ്റ്റ് വേണ്ടെടുത്ത് നമ്മളത് കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ ഓരോ ചെയ്തതിലൂടെ വെറും ഒരു റൂം ഡെക്കറേറ്റർ മാത്രമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, അതിലൂടെ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നമ്മളുടെ കുട്ടികളുടെ അറ്റൻഷൻ,
കോൺസെൻട്രേഷൻ, പിന്നെ ഫൈൻ മോട്ടോർ എബിലിറ്റി, അവരുടെ പേപ്പർ ചുരുക്കിയപ്പോഴായാലും പെയിൻ്റ് അടിക്കുമ്പോഴായാലും അവരുടെ ഫൈൻ മോട്ടോർ എബിലിറ്റി, ഗ്രോസ് മോട്ടോർ എബിലിറ്റി, പിന്നെ അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, കണ്ണും കൈയും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ, ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് ആക്ടിവിറ്റിയിലേക്ക് കടക്കുമ്പോഴും അവർക്ക് ചെറിയൊരു രീതിയിൽ ഒരു സെൻസറി അഡാപ്റ്റേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അവരുടെ ടെക്സ്റ്റേഴ്സ്, പല കുട്ടികളുടെ ടെക്സ്റ്റേഴ്സ്, ഓരോ ടെക്സ്റ്റേഴ്സിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നത് ഒരു സെൻസറി എയ്ഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ, ചെലവ് കുറഞ്ഞ ഒരു തോതിൽ എങ്ങനെയാണ് സെൻസറി എയ്ഡ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്ക് മുമ്പ് നമ്മൾ ആ ഒരു സെൻസറി അവർക്ക് കൊടുത്തിട്ട് ആക്ടിവിറ്റിയിലേക്ക് കടക്കുമ്പോഴേക്കും കൂടുതൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് ഈ ആക്ടിവിറ്റി അവരെ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇതുപോലുള്ള നിങ്ങൾക്ക് അറിവുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക.